ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. ഇന്നത്തെ സുഭാഷിതം വിദ്യയുടെ മഹത്വത്തെക്കുറിച്ചാകട്ടെ. സൂര്യൻ പ്രപഞ്ചത്തിന് വെളിച്ചമേകി ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. അതുപോലെ വിദ്യ ഒരുവനെ അറിവേകി അവന്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. അതിനൊരു സഹായിയായി വർത്തിക്കുന്നവനാണ് ഗുരു. ഗുരു എന്ന പദത്തിന്റെ അർത്ഥം അജ്ഞാനമാകുന്ന ഇരുട്ടിനെ തടയുന്നവൻ എന്നാണല്ലോ. മനുഷ്യന്റെ അലങ്കാരം അവൻ നേടിയെടുക്കുന്ന വിദ്യയാണ്. വിദ്യയുള്ള ഒരുവനെ എവിടെയും ശോഭിക്കാം. മനുഷ്യനെ സൗന്ദര്യവാനാക്കാനും സുഖം അനുഭവിപ്പിക്കാനും യശസ്സുണ്ടാക്കാനും വിദ്യ കാരണഭൂതമാകുന്നു. മറ്റുള്ളവർക്ക് കാണാനാകാതെ ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഒരു ധനം. എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ വിദ്യ ദേശവിദേശ ഗമനങ്ങളിൽ ബന്ധുവിനെ പോലെയാണ്. ഏത് ഭരണകർത്താക്കളും ആദരിക്കുകയും പൂജിക്കപ്പെടുന്നതും ആയ വിദ്യ തന്നെയാണ് ഏറ്റവും വലിയ ദേവത. ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന ച ഭാരകാരി വ്യയേതൃതേ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് ഭർതൃഹരിയും കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്ന് മഹാകവി ഉള്ളൂരും വിദ്യയുടെ മഹത്വത്തെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുണ്ട്. ഒരുവന്റെ വിദ്യയെ നശിപ്പിക്കാനോ മോഷ്ടിക്കാനോ സാധ്യമല്ല. അത് നൽകും തോറും വർദ്ധിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തായ വിദ്യയ്ക്ക് നാം അതിപ്രാധാന്യം കാണണം. ശുനപുച്ഛമിവ വ്യർത്ഥം ജീവിതം വിദ്യയാവിന. വിദ്യയില്ലാത്ത ഒരുവന്റെ ജീവിതം മൃഗതുല്യവും നായുടെ വാലെന്ന പോലെ എന്ന് നീതിശതകത്തിൽ ഭർതൃഹരി വളരെ ഭംഗിയായി പ്രതിപാദിച്ചിട്ടുണ്ട്. വിദ്യയെ അർത്ഥിക്കുന്നവനെയാണല്ലോ വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ വിദ്യാർത്ഥിക്ക് ഒരിക്കലും സുഖം അനുഭവിക്കാനാവില്ല. സുഖവും വിദ്യയും തമ്മിലുള്ള ബന്ധം ഇത് വ്യക്തമാക്കുന്നു. വിദ്യ സുഖത്തിലൂടെ നേടാനുള്ളതല്ല, വിദ്യ നേടിക്കഴിയുമ്പോൾ ലഭിക്കുന്നതാണ് സുഖം. സുഖാർത്ഥിക്കെങ്ങുതാൻ വിദ്യ, വിദ്യാർത്ഥിക്ക് ഇല്ലതാൻ സുഖം. സുഖാർത്ഥി വിടണം വിദ്യ, വിദ്യാർത്ഥി വിടണം സുഖം. അലസനു വരാ വിദ്യ എന്ന പഴഞ്ചൊല്ലും അന്വർത്ഥമാണ്. ജനനം മുതൽ മരണം വരെ ഏതൊരുവൻ വിദ്യാർത്ഥിയായിരിക്കുന്നുവോ അവൻ തനിക്കും ലോകത്തിനും കൽപ്പവൃക്ഷം പോലെയാണ്. വെറും അഭ്യാസം കൊണ്ട് മാത്രമല്ല വിദ്യ നമുക്ക് പല വഴിയിലൂടെയാണ് വന്നു ചേരുക. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. കാൽഭാഗം ഗുരുവിൽ നിന്നും, കാൽഭാഗം ശിഷ്യൻ സ്വന്തമായും, കാൽഭാഗം കൂട്ടുകാരിൽ നിന്നും, കാൽഭാഗം കാലക്രമത്തിലും ആണ് നാം വിദ്യ നേടുന്നത്. അങ്ങനെ ഒരു വിദ്യ പൂർണ്ണമാകൂ. ലോകത്തിലെ ഏറ്റവും വലിയ ധനമാണ് വിദ്യ. തമസിൽ നിന്ന് ജ്യോതിസിലേക്കും, മൃത്യുവിൽ നിന്ന് അനശ്വരതയിലേക്കും, അസത്തിൽ നിന്ന് സത്തിലേക്കും നമ്മെ നയിക്കുന്നത് വിദ്യയാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ വിദ്യാധനത്തെ നാം ഉപേക്ഷ കൂടാതെ നേടണം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം സ്മരണയിൽ വെക്കണം. മഹാത്മ്യമേറിയ വിദ്യയെ കരുത്തോടെ ആർജിച്ച അറിവോടെ മികച്ച രാജ്യസ്നേഹികളാകാനും ഉത്തമ പൗരന്മാരാകാനും ഓരോ വിദ്യാർത്ഥിക്കും സമൂഹത്തിനും കഴിയുമാറാകട്ടെ. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221.